ഹലോ സ്റ്റുഡൻസ്, സൈലം IASന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹിസ്റ്ററിക്ക് എന്തിനാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ആർട്ട് ആൻഡ് കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന 2 ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിക്കും അതിൻ്റേതായിട്ടുള്ള കറണ്ട് റിലവൻസ് ഉണ്ട്. അതായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നിങ്ങൾ വീണ്ടും ന്യൂസ് പേപ്പറിൽ കാണുന്നൊരു കാര്യമാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത്. ഈ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പ്രധാനപ്പെട്ടൊരു റീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ 11 to 13 ഈ സെപ്റ്റംബർ മാസത്തിൽ ഹാരപ്പൻ സ്ക്രിപ്റ്റിൻ്റെ ഡെസിഫർമെൻ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും അവരുടേതായിട്ടുള്ള കണ്ടെത്തലുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും സർപ്രൈസ് ഉണ്ടാക്കുന്ന, ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. അത് നോട്ട് നെസസറിലി കൺഫൈൻ ടു ഹിസ്റ്ററി അലോൺ അല്ലേ. ഹിസ്റ്ററിക്ക് പുറത്തുള്ള ആളുകളും എന്ത് ചെയ്യാം, ഇതേപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അവർക്കും ഇതിനെപ്പറ്റി അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകാം. അപ്പോൾ ഈ കോൺഫറൻസിൻ്റെ ഉള്ളിൽ പല കണ്ടെത്തലുകൾ പബ്ലിഷ് ചെയ്യുന്നത് പല ഡിസിപ്ലിനിൽപ്പെട്ട ആളുകളാണ്. ഹിസ്റ്റോറിയൻസ് മാത്രമല്ല, അക്കാഡമീഷ്യൻസ്, ടെക്നോക്രാറ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കോൺഫറൻസിൽ അവരുടേതായിട്ടുള്ള കണ്ടെത്തലുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസായിട്ട് തന്നെയാണ് ഈ ഹാരപ്പൻ സ്ക്രിപ്റ്റിൻ്റെ ഡെസിഫർമെൻ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. UPSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹാരപ്പൻ സ്ക്രിപ്റ്റ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പ്രിലിംസിനും മെയിൻസിനും റിലവൻ്റ് ആകുന്നുണ്ട്. ഈ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഒരു മീറ്റിംഗ് വെച്ചത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഇത്രമാത്രം കറൻ്റ്ലി ഇമ്പോർട്ടൻ്റ് ആകുന്നത്. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്, കീഴടിയിൽ ഒരു എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തന്നെ യൂട്യൂബ് വീഡിയോ ഉണ്ട് കീഴടിയിലുള്ള എക്സ്കവേഷനെ പറ്റിയിട്ടും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ഈ കീഴടിയിൽ നിന്ന് ഹിസ്റ്റോറിക്കലി ആളുകൾ കണ്ടെത്തിയേക്കുന്ന കുറേ കാര്യങ്ങൾ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ കണ്ടെത്തിയേക്കുന്ന കുറേ കാര്യങ്ങൾ, അതും ഹാരപ്പൻ സ്ക്രിപ്റ്റായിട്ടുള്ള പല ബന്ധങ്ങളിലോട്ടും വഴിവെക്കുന്നുണ്ട്. കീഴടിയിലെ ആളുകൾ യൂസ് ചെയ്ത സ്ക്രിപ്റ്റിന് ഹാരപ്പൻ സ്ക്രിപ്റ്റായിട്ട് സിമിലാരിറ്റി ഉണ്ടത്രേ. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടും ഹാരപ്പൻ സ്ക്രിപ്റ്റ് വീണ്ടും ചർച്ചയിൽ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഹാരപ്പൻ കൾച്ചറിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഹാരപ്പൻ കൾച്ചറിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അറിവുള്ള ആളുകളായിരിക്കും. ഇല്ലയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ചെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും ഹാരപ്പൻ കൾച്ചറിനെ പറ്റിയിട്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 3300 BCയിൽ ഇൻഡസ് റിവറിൻ്റെ സൈഡിലായിട്ട് ഉടലെടുത്ത ഒരു സംസ്കാരമാണ്. നമുക്കറിയാം, മനുഷ്യന്മാർ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ജീവിയായ സമയത്ത് വളരെ പ്രാചീനമായിട്ടുള്ള വളരെ അപരിഷ്കൃതമായിട്ടുള്ളൊരു ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. ശിലായുഗ കാലഘട്ടത്തിൽ, സ്റ്റോൺ ഏജ് പീരീഡിൽ ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും നടത്തി പരസ്പരം മല്ലിടുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ ഈ അപരിഷ്കൃതമായിട്ടുള്ള നമ്മുടെ പാലോലിത്തിക് ലിവിങ്ങിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാലോലിത്തിക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളിന്ന് കാണുന്ന ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു ജീവിത രീതിയൊന്നും തുടക്കത്തിൽ മനുഷ്യനുണ്ടായിട്ടില്ല. ലോകത്തിലെമ്പാടുള്ള മനുഷ്യൻ്റെ അവസ്ഥ അത് തന്നെയാണ്. പതിയെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, സിവിലൈസ്ഡ് ആകുന്നത്. നഗരങ്ങളിൽ താമസിക്കുകയും എഴുത്ത് തുടങ്ങുകയും നിയമങ്ങൾ ഉണ്ടാവുകയും ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മളൊരു സിവിലൈസേഷൻ രൂപപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പോൾ പാലോലിത്തിക് കൾച്ചറിൽ നിന്ന് സിവിലൈസേഷൻസ് രൂപപ്പെടുക എന്ന് പറയുന്നത് ഹ്യൂമൻ എവല്യൂഷനിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ലോകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട സിവിലൈസേഷൻസാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത്. ഇന്ത്യയിലുണ്ടാകുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഏൻഷ്യൻ്റ് ഇറാഖിൽ ഉണ്ടാകുന്ന മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, ഏൻഷ്യൻ്റ് ഈജിപ്തിലുണ്ടാകുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതിൽ ഇന്ത്യയിലുണ്ടായേക്കുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്നും ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും പബ്ലിക്കിൻ്റെ ഇടയിലും വളരെ ക്യൂരിയസ് ആയിട്ടും വളരെ സർപ്രൈസിങ് ആയിട്ടും നോക്കിക്കാണുന്ന ഒരു
സംഭവമാണ്, ഒരു ഇവൻ്റാണ്. ഇൻഡസ് വാലിയുടെ തീരത്തായിട്ട് 3300 BC കൂടിയിട്ട് പുതിയ കുറേ മനുഷ്യന്മാർ സെറ്റിലാവുകയും 2600 BC കൂടിയിട്ട് അവർ ഇൻഡസ് വാലിയുടെ ചുറ്റും 100ഓളം സെറ്റിൽമെൻറ്റിൽ താമസിക്കുകയും ഈ സെറ്റിൽമെൻറ്റുകളെല്ലാം തന്നെയും ഒരു അർബൻ പ്ലാനിങ് നടത്തി സിറ്റാഡൽ ലോവർട്ടോൺ എന്ന് പറയുന്ന 2 ഭാഗങ്ങളായിട്ട് തിരിക്കുകയും ആ ഒരു കംപ്ലീറ്റ് ഏരിയ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് കിടക്കുന്ന ഇൻഡസിൻ്റെ ചുറ്റിലുമുള്ള വലിയൊരു ഏരിയയിൽ ഒരു പൊതുവായിട്ടുള്ള ജീവിത രീതി, ഒരു കോമൺ ലൈഫ് സ്റ്റൈല് നിർമ്മിക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ലോകത്തിലെമ്പാടും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് സ്കൂൾ തലത്തിൽ പോലും എല്ലാവരും പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ്. ആ അർത്ഥത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഹാരപ്പൻ കൾച്ചറിനെ കാണാനായിട്ട് പറ്റും. ഈ ഹാരപ്പൻ കൾച്ചറിനെ പറ്റി പഠിക്കാനായിട്ട് ഹിസ്റ്റോറിയൻസ് ഭൂരിഭാഗവും റിലേ ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിനെയാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം, ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് വേണം. ഈ ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് 2 രൂപത്തിലാണ്. ഒന്ന്, ഈ പഴയ മനുഷ്യർ മണ്ണിൻ്റെ അടിയിൽ ഉപേക്ഷിച്ച വസ്തുക്കൾ, മെറ്റീരിയൽ റിമെയിൻസ് ആർക്കിയോളജിക്കലായിട്ടുള്ള എക്സ്കവേഷൻസിലൂടെ നമ്മൾ പുറത്തെടുക്കുകയും ഈ മെറ്റീരിയൽ റിമെയിൻസിനെ പറ്റിയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തി ആ ആളുകളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എവിഡൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എപ്പോഴും ചെയ്യുന്നത്. ഇതിൻ്റെ 2 തരത്തിലുള്ള എവിഡൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, അവരുപേക്ഷിച്ച വസ്തുക്കൾ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഇവരെ പറ്റി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവർ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവരെ പറ്റി മനസ്സിലാക്കുന്നു. ഈ ഹാരപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് എക്സ്കവേഷൻസിലൂടെയാണ്. ഈ 2500 മുതൽ 1900 BC വരെ ഇൻഡസ് വാലിയിൽ ജീവിച്ച ആളുകൾ ഉപേക്ഷിച്ച വസ്തുക്കൾ ഹിസ്റ്റോറിയൻസ് കുഴിച്ചെടുത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അവരുടെ ജീവിതത്തിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഹിസ്റ്റോറിയൻസിന് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആർക്കിയോളജിക്ക് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹാരപ്പൻസിൻ്റെ ക്യാപിറ്റലാണ്, പോസിബിളി ഒരു ക്യാപിറ്റലാണെന്ന് കരുതപ്പെടുന്ന മോഹൻജൊദാരോ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ നഗരം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ 3 പ്രധാനപ്പെട്ട ആർട്ടിഫാക്റ്റുകളാണ്, 3 പ്രധാനപ്പെട്ട മെറ്റീരിയൽ റിമെയിനുകളാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്ന ഒരു പ്രതിമ, പിന്നെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഡാൻസിങ് ഗേൾ എന്ന് പറയുന്ന ഒരു ബ്രോൺസ് സ്കൾപ്ചർ. പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്നത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു സ്കൾപ്ചറാണ്. ഈ പ്രാവശ്യത്തെ പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്നത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു കൾച്ചറാണ്, ഒരു പ്രതിമയാണ്. ഈ പ്രാവശ്യത്തെ പ്രിലിംസിന് ഡാൻസിങ് ഗേളായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രിലിംസിന് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രീസ്റ്റ് കിങ് നമ്മൾ കുഴിച്ചെടുത്തു, പക്ഷേ ഇതാരാണ് എന്താണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്നില്ല. ഈ പ്രീസ്റ്റ് കിങ്, പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ, കിങ് എന്ന് പറഞ്ഞാൽ രാജാവ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തിന് പ്രീസ്റ്റ് കിങ് എന്ന് വിളിക്കുന്നത്? ഒന്നെങ്കിൽ പ്രീസ്റ്റ് എന്ന് വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ കിങ് എന്ന് വിളിച്ചാൽ പോരെ. രണ്ടും കൂടി ചേർത്ത് എന്താ വിളിക്കുന്നത്? അത് നമ്മൾക്കൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്നത് പ്രീസ്റ്റ് ആണോ കിങ് ആണോ എന്നുള്ള ഒരു ഉറപ്പ് നമുക്കില്ല. കാര്യം ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇത് ഈ ഒരു പ്രതിഭ കിട്ടുമ്പോൾ അതിനെ പല രൂപത്തിൽ ഇൻ്റർപ്രറ്റ് ആയിട്ടുള്ളൊരു സ്കോപ്പ് നമുക്കുണ്ട്. അതേപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ എടുക്കാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ എക്സാക്ട്ലി ഇതിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതൊരു ആചാര സംബന്ധമായിട്ടുള്ളൊരു കുളിക്ക് വേണ്ടിയിട്ടാണോ, റിച്വൽ ബാത്തിങ്ങിന് വേണ്ടിയിട്ടാണോ, അതോ ഇനി വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എന്തിനാണെന്ന് എക്സാക്ട്ലി നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഡാൻസിങ് ഗേളിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാലും ആ പ്രതിമേനെ ആദ്യമായിട്ട് കണ്ടെത്തിയ ജോൺ മാർഷൽ അതിനെ ഡാൻസിങ് ഗേൾ എന്ന് വിളിക്കുമ്പോഴും അത് ശരിക്കും ഡാൻസ് ചെയ്യാൻ നിൽക്കുന്നതാണോ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. ആ പ്രതിമയുടെ ശരിക്കുള്ളൊരു ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആർക്കിയോളജിയുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ലിമിറ്റേഷനാണ് അത് കുറേ സബ്ജക്റ്റീവായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷന് വിധേയമാണ് എന്നുള്ളത്. ഒരു ആർക്കിയോളജിക്കൽ റിമെയിൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പല സാധനങ്ങളാണ് എന്ന് വ്യാഖ്യാനിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പൻസിനെ പറ്റിയിട്ടുള്ള അറിവ് പരിമിതമായിട്ട് നിലകൊള്ളും. എന്ത് കാര്യത്തിനെ പറ്റി സംസാരിച്ചാലും ഹാരപ്പൻസിൻ്റെ ഇതിനെ പറ്റിയിട്ട് എല്ലാത്തിനും പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും, പല ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകും. ഒബ്ജക്റ്റീവായിട്ടുള്ള
വളരെ കൃത്യമായിട്ടുള്ള ഒരു സത്യം എന്നുള്ള രൂപത്തിൽ ഒന്നിനെപ്പറ്റി പോലും ഹാരപ്പൻസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എന്നുള്ളത് ഈ ആർക്കിയോളജിയുടെ ഒരു ലിമിറ്റേഷനാണ്. നേരെ മറിച്ച് ഹാരപ്പൻസിന് ശേഷം വന്ന ആളുകളെ പറ്റിയിട്ട് കുറേ കൂടി കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യന്മാരെ പറ്റി നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ആര്യന്മാർ ഇന്ത്യയിൽ വന്ന സമയത്ത് വേദങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അവർ കമ്പോസ് ചെയ്ത വേദങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സമൂഹം എങ്ങനെയാണ്, അവരുടെ പൊളിറ്റി എങ്ങനെയാണ്, അവരുടെ എക്കണോമി എങ്ങനെയാണ്, ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് ധാരണ കിട്ടും. വേദങ്ങളെന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടാണ് ആര്യൻസിനെ പറ്റിയിട്ട് ഇത്ര കൃത്യമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നത്. ഇപ്പം അശോകനെ പറ്റിയിട്ട് നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ മൗര്യൻ എംപയറിൻ്റെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കിങ്ങാണ് അശോക. എന്തുകൊണ്ടാണ് അശോകനെ പറ്റിയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിലുള്ളത്? ഒറ്റ റീസണേ ഉള്ളൂ. അശോകൻ പില്ലേഴ്സിലും റോക്കിലുമായിട്ട് കുറേ ഇൻസ്ക്രിപ്ഷൻസ് എഴുതി വെക്കുകയും ആ എഡിക്റ്റുകൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് അശോകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അശോകൻ കലിംഗ വാറിന് ശേഷം പശ്ചാത്തപിച്ച് നോൺ വയലൻസിൻ്റെ പാതയിലോട്ട് മാറി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ 13th മേജർ റോക്ക് എഡിക്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എഴുത്തുണ്ടാകുക എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോറിയൻസിന് കിട്ടുന്ന പ്രധാനപ്പെട്ടൊരു തെളിവാണ്. ഹാരപ്പൻസിന് എഴുത്തില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഹാരപ്പൻസിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ആർക്കിയോളജിക്കലായിട്ടുള്ള റിമെയിൻസിലൂടെയാണ്, അവരുപേക്ഷിച്ച വസ്തുക്കളിലൂടെയാണെന്ന് പറയുമ്പോഴും അവർക്ക് എഴുത്തില്ല എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ഹാരപ്പൻസിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് ഭൂരിഭാഗവും കാണാൻ പറ്റുന്നത് അവരുടെ സീലുകളിലൂടെയാണ്. നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സീലുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സീലെന്ന് പറയുന്നത് അവർ കച്ചവടം ചെയ്യുന്ന സമയത്ത് ആ കച്ചവട വസ്തുവിൻ്റെ മേലയിൽ അവർ ഒട്ടിച്ച് വെക്കുന്ന ഒരു 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 സാധനമാണ് ഈ സീലെന്ന് പറയുന്നത്. അപ്പം ഈ സീലിൻ്റെ മേലയിൽ പല രൂപത്തിലുള്ള ആൽഫബറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പൊതുവേ ഇവരുടെ സീലെല്ലാത്തിലും ഒരു ആനിമലിൻ്റെ ഇമേജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു റൈനോ, ഹംഡ് ബുള്ള്, എലിഫൻറ്റ്, യൂണിക്കോൺ എന്നൊക്കെ പറയുന്ന ആനിമൽസിനെ നിങ്ങൾക്കിതിൽ കാണാനായിട്ട് പറ്റും. ഈ ആനിമലിൻ്റെ മേലയിൽ എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് ഇവരുടെ സ്ക്രിപ്റ്റ്. ഇവരുടെ ലിപി എന്ന് പറയുന്നത് ഇതാണ്. സ്ക്രിപ്റ്റ് അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഹാരപ്പൻസ് എഴുതിയതിന് തെളിവുകളുണ്ട്. ധോളവീര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭിത്തിയിൽ ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നതായിട്ട് നമുക്കിതേ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രിപ്റ്റിനെ നമുക്ക് ഇതുവരെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്കറിയാം അവരൊരു ഡിസൈനായിട്ടല്ല അത് എഴുതി വെച്ചേക്കുന്നത്. അവർക്ക് വളരെ കൃത്യമായ എന്തോ ഒരു ഇൻഫർമേഷൻ കൈമാറാൻ വേണ്ടി തന്നെയാണ്, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയാണ് അവർ അത് എഴുതി വെച്ചേക്കുന്നത്. ഒരു ഡിസൈനായിട്ട് എഴുതാനാണെങ്കിൽ എന്തോരം ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ അവർക്കറിയാം. ഹാരപ്പൻസ് എന്ന് പറയുന്നത് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സമൂഹമാണ്. അവർക്ക് വളരെ ബെറ്ററായിട്ട് ഇമേജ് വരയ്ക്കാനും സ്കൾപ്ചർ ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ അവർ വെറുതെ എന്തെങ്കിലും കുത്തിവരച്ചിട്ടില്ല. അപ്പോൾ അതെന്തോ ഒരു ലാംഗ്വേജാണ്, ആ ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ളൊരു ലിപിയാണ്, സ്ക്രിപ്റ്റാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ക്രിപ്റ്റ് നമുക്ക് ഇതുവരെ വായിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, ഡെസിഫർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബാഹുബലി സിനിമയിൽ കാലകേയ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾക്കും മനസ്സിലാവില്ല, ബാഹുബലിക്ക് മനസ്സിലാവുന്നില്ല. ആകെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കാലകേയനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും മാത്രമാണ്. അവർ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. അവരെല്ലാവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു ജീവിത രീതി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് കാലകേയൻ്റെ പിന്മുറക്കാരായിട്ടുള്ള ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കാലകേയൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയേനെ. ഹാരപ്പൻ സ്ക്രിപ്റ്റിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ഹാരപ്പൻ കൾച്ചർ 2500 BC തുടങ്ങിയിട്ട് ഒരു 1900 BC ആകുമ്പോഴേക്കും അതിൻ്റെ ഡിക്ലൈൻ തുടങ്ങുന്നുണ്ട്. 1300 BC ആകുമ്പോഴേക്കും ഹാരപ്പൻസ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹാരപ്പൻ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റുന്ന ആരും പിന്നീട് ഇന്ത്യയിൽ നിലനിന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് ഇനി വായിച്ചെടുക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഡെസിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ 1920s മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസും ആദ്യം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ആദ്യം അശോകൻ എഴുതിയേക്കുന്ന എഡിക്റ്റുകൾ എന്താണെന്ന് ഹിസ്റ്റോറിയൻസിന് മനസ്സിലാകുന്നില്ല. പിന്നീട് ജെയിംസ് പ്രിൻസപ്പ് ബ്രഹ്മി സ്ക്രിപ്റ്റിനെ ഡെസിഫർ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അശോകനെ പറ്റിയിട്ടും മൗര്യൻസിനെ പറ്റിയിട്ടും നമുക്ക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. പല സ്ക്രിപ്റ്റുകളും
കണ്ടെത്തുന്നത് ചിലപ്പോൾ കുറേ വൈകിയായിരിക്കും. ഇപ്പോൾ മെസപ്പൊട്ടോമിയൻസിൻ്റെ സ്ക്രിപ്റ്റായിട്ടുള്ള ഹീറോഗ്ലിഫ്സ് കണ്ടെത്തുന്നത് കുറച്ച് വൈകിയാണ്. പക്ഷെ അത് കണ്ടെത്തുന്നതോട് കൂടിയിട്ട് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ അവർക്ക് ലഭ്യമാവുകയാണ്. ഹാരപ്പൻസിൻ്റെ കൾച്ചറിനെ പറ്റിയിട്ടുള്ള ഇപ്പോഴുള്ള സ്റ്റഡീസ് എല്ലാം തന്നെയും ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, അല്ലെങ്കിൽ നിലാവത്ത് വെച്ച കോഴിയെ പോലെയാണ്. ഇതെന്തുവാകാം, ഇങ്ങനെയാണത്രേ ഇങ്ങനെയല്ലത്രേ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് മൊത്തത്തിൽ അതിന് ചർച്ചകൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ 3 പോസിബിൾ ആയിട്ടുള്ള തിയറീസാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, ഹാരപ്പൻ സ്ക്രിപ്റ്റിന് ഒരു സാൻസ്ക്രിറ്റ് ഒറിജിൻ ആയിരിക്കാം. സാൻസ്ക്രിറ്റ് ഭാഷയിൽ നിന്ന് ഉണ്ടായതാണ്, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഹാരപ്പൻസിൻ്റെയും അവരും സാൻസ്ക്രിറ്റ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഏഷ്യൻ റീജിയൻസിൽ സെൻട്രൽ ഇന്ത്യൻ ഏരിയയിൽ താമസിക്കുന്ന ട്രൈബൽ പീപ്പിൾസ് ആയിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ആയിരിക്കാം. സാന്താളീസിൻ്റെയോ ഗോണ്ടിൻ്റെയോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ലാംഗ്വേജ് ആയിരിക്കാം ഈ ഹാരപ്പൻസിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ട് ദ്രവീഡിയൻ ലാംഗ്വേജ് ആയിരിക്കാം. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് പോലുള്ള ദ്രവീഡിയൻ ലാംഗ്വേജസ് ആയിരിക്കാം ഹാരപ്പൻ സ്ക്രിപ്റ്റിൽ കാണുന്നത് എന്നുള്ള രൂപത്തിലും ചർച്ചയാകുന്നുണ്ട്. ഇത് 3 പോസിബിൾ ഒറിജിനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് വളരെ ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റ് സാൻസ്ക്രിറ്റ് ആണോ അതോ ട്രൈബൽ ലാംഗ്വേജ് ആണോ അതോ ദ്രവീഡിയൻ ലാംഗ്വേജ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്കാരത്തിനെ പറ്റിയിട്ടും നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ടും വലിയൊരു വഴിത്തിരിവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ പോസിബിളായിട്ടുള്ള റിസൾട്ടുകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹാരപ്പൻ സ്ക്രിപ്റ്റ് സാൻസ്ക്രിറ്റ് ഒറിജിനിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് തന്നെയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ വലിയ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ കോൺസിക്വൻസസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെക്കുന്നത് ആര്യന്മാർ ഇറാനിൽ നിന്നോ സെൻട്രൽ ഏഷ്യയിൽ നിന്നോ വന്ന് ഇന്ത്യയിലോട്ട് വരികയും അവർ 1500 BCയിൽ ഇന്ത്യയിലെത്തി വേദിക് കൾച്ചർ തുടങ്ങി വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വേദിക് കൾച്ചറാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ബേസ്. വേദിക് കൾച്ചറാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഫോളോ ചെയ്യുന്ന ഹിന്ദുമതം, നമുക്കിടയിലുള്ള ജാതി സമ്പ്രദായം, നമ്മൾ പശുവിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, നമ്മുടെ ഭാഷകളായിട്ടുള്ള ഹിന്ദി, ബംഗാളി പോലുള്ള ലാംഗ്വേജസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു തുടക്കക്കാരെന്ന് പറയുന്നത് ആര്യന്മാരാണ്. ഈ ആര്യന്മാർ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ സംസ്കാരം പുറത്തുനിന്ന് വന്നതാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് അൾട്രാ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, ഒരു റൈറ്റ് വിങ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആര്യന്മാർ പുറത്തുനിന്ന് വന്നതാണെന്നുള്ളത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവർ പറയുന്നത് ആര്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു വിഭാഗമാണ്, ഇന്ത്യൻ ഒറിജിൻ തന്നെയാണ്, അബൊറിജിനൽസ് ആണ് എന്നാണ് കുറേ വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത്. ഇനി ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റ് നമുക്കറിയാം, ഹാരപ്പൻസിന് ശേഷമാണ് ആര്യന്മാർ ഇന്ത്യയിലോട്ട് വരുന്നത്. ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റ് സാൻസ്ക്രിറ്റായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഹാരപ്പൻസും ആര്യന്മാരും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹാരപ്പൻസും ശരിക്കും ആര്യന്മാർ തന്നെയായിരുന്നു. ഹാരപ്പൻസ് എന്ന് പറയുന്ന ആര്യന്മാർ തന്നെയാണ് പിന്നീടും ഇന്ത്യയിൽ കണ്ട് നിന്ന് പോകുന്നത് എന്നുള്ള രീതിയിലോട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആര്യന്മാരും ഹാരപ്പൻസും തമ്മിലുള്ളൊരു ബന്ധം ഉറപ്പിക്കാനായിട്ട് സാൻസ്ക്രിറ്റ് ഒറിജിനാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു അറിവ് ഹെൽപ്ഫുൾ ആവും. അതിൻ്റേതായിട്ടുള്ള കുറേ വായനകൾ വരും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതാണ് അതായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇനി ഹാരപ്പൻ സ്ക്രിപ്റ്റ് ദ്രവീഡിയൻ ആണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും ഭയങ്കര വലുത് തന്നെയാണ്. അതായത് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ദ്രവീഡിയൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 1300 BCയോട് കൂടി ഈ പറയുന്നൊരു ഏരിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ഹാരപ്പൻസ് സൗത്ത് ഇന്ത്യയിലോട്ട് വരികയും അവർ സൗത്ത് ഇന്ത്യയിൽ ജീവിച്ച സമയത്ത് അവരെന്ത് ചെയ്തു, ദ്രവീഡിയന്മാരായിട്ട് മാറുകയും അല്ലെങ്കിൽ അവർ തന്നെയാണ് ദ്രവീഡിയൻസ് എന്നുള്ളതും, അതുകൊണ്ടാണ് ദ്രവീഡിയൻസിൻ്റെ സ്ക്രിപ്റ്റും ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റും സിമിലർ ആകുന്നത് എന്നുള്ള രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. അതായത് ദ്രവീഡിയൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹാരപ്പൻസ് ആണ് എന്നുള്ള രീതിയിൽ തെളിയിക്കാനായിട്ട് എന്ത് പറ്റും, ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഒരു ദ്രവീഡിയൻ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും.
ആക്ച്വലി ഇത് ദ്രവീഡിയൻ സ്ക്രിപ്റ്റ് ആകാം എന്നുള്ളതിന് വേറെയും കുറച്ച് തെളിവുകളുണ്ട്. ഈ ദ്രവീഡിയൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ലാംഗ്വേജസ് ആണ്. മലയാളം, കന്നഡ, തമിഴ്, തെലുഗു, ഈ 4 ലാംഗ്വേജസ് ആണ് നമ്മൾ ദ്രവീഡിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കാര്യം ഈ 4 ലാംഗ്വേജും സെയിം ഗ്രൂപ്പ് ഓഫ് ഫാമിലിയിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന 4 ലാംഗ്വേജും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉള്ളത്. നമുക്ക് എന്തുകൊണ്ട് തമിഴ് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നു, അല്ലെങ്കിൽ തമിഴ് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നു, എന്തുകൊണ്ട് മലയാളവും തമിഴും തമ്മിൽ ഇത്രമാത്രം സിമിലാരിറ്റി ഉണ്ട്? ഒറ്റ റീസണേ ഉള്ളൂ, രണ്ടിൻ്റെയും മൂലഭാഷ സെയിം ആയിരിക്കും, റൂട്ട് ലാംഗ്വേജ് സെയിം ആയിരിക്കും, സെയിം ഫാമിലിയിൽപ്പെട്ട ലാംഗ്വേജാണ് ഇവരെല്ലാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജസും ഇന്തോ ആര്യൻ ലാംഗ്വേജിൽ പെട്ട ആ ഫാമിലിയിൽപ്പെട്ട ലാംഗ്വേജസ് ആണ്. അതുകൊണ്ടാണ് ഹിന്ദിയും രാജസ്ഥാനിയും ബംഗാളിയും മറാഠിയും തമ്മിൽ ഇത്രമാത്രം സാമ്യം വരുന്നത്. അപ്പോൾ ദ്രവീഡിയൻ ലാംഗ്വേജസ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ പെട്ട ഒരു ലാംഗ്വേജാണ് ബ്രാഹ്വി. ഈ ബ്രാഹ്വി എന്ന് പറയുന്ന ലാംഗ്വേജ് ഹാരപ്പൻസ് ജീവിച്ച ആ ഒരു ബലൂചിസ്ഥാൻ റീജിയനിൽ ഇന്നും സംസാരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ മാത്രമുള്ള ദ്രവീഡിയൻ ലാംഗ്വേജിൽ പെട്ട ബ്രാഹ്വി എങ്ങനെയാണ് ഹാരപ്പൻസിൻ്റെ ഈറ്റിലുമായിട്ടുള്ള ഇൻഡസ് വാലിയുടെ അവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതും പലപ്പോഴും ഒരു കാരണമായിട്ട് പറയാറുണ്ട്, ഹാരപ്പൻസ് തന്നെയാണ് ദ്രവീഡിയൻസ് എന്നുള്ളത്. അതേപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെളിവ്, ഇതൊരു ദ്രവീഡിയൻ സ്ക്രിപ്റ്റ് ആകാം എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ വരുന്നത് കീലടിയിൽ നടക്കുന്ന എക്സ്കവേഷനിൽ നിന്നാണ്. കീലടി എക്സ്കവേഷൻസിൽ ഡോക്ടർ അമർനാഥ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റിൻ്റെ കണ്ടെത്തലുകളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കണ്ടുകിട്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിന് ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റായിട്ട് സാമ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ദ്രവീഡിയൻ ഒറിജിനിൽ പെട്ട സ്ക്രിപ്റ്റ് ആയിരിക്കാം ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹാരപ്പൻസ് തന്നെയാണ് ദ്രവീഡിയൻസ് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അബൊറിജിനൽ പോപ്പുലേഷൻ, ഇന്ത്യയുടെ തനതായ പോപ്പുലേഷൻ, ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ സിവിലൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, വക്താക്കളെല്ലാം ദ്രവീഡിയൻസ് ആണ് എന്നുള്ള രൂപത്തിലാണ് ഇതിന് വഴിവെക്കുക. അപ്പോൾ ഇന്ത്യയുടെ പല കാര്യങ്ങളും നമ്മൾ ഇതോട് കൂടിയിട്ട് തിരുത്തി എഴുതേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്യുന്നതിൽ കുറേ ചലഞ്ചസ് ഉണ്ട്, കുറേ പരിമിതികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പരിമിതി എന്ന് പറയുന്നത് ഇതൊരു ഷോർട്ട് സ്ക്രിപ്റ്റ് ആണെന്നുള്ളതാണ്. ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഇപ്പോൾ നമുക്ക് കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് ലോങ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ, വലിയ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാണ്. വലിയ ഇൻസ്ക്രിപ്ഷൻസിൽ നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാണ്. എങ്ങനെയാണ് എളുപ്പമാകുന്നത്? വലിയ ഇൻസ്ക്രിപ്ഷൻസ് ആകുമ്പോഴേക്ക് നമുക്കത് വായിച്ചെടുക്കാനുള്ള പോസിബിലിറ്റി കൂടും. ആകെ 3-4 ആൽഫബറ്റ് മാത്രമാണ് ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഊഹിച്ചെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഹാരപ്പൻസിൻ്റെ സീലുകൾ നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് കുറവാണ്. സീലുകൾ കുറേ കിട്ടിയിട്ടുണ്ട്, 100ഓളം സീലുകൾ കിട്ടിയിട്ടുണ്ട്. ഈ സീലുകളിൽ നിന്ന് അത്യാവശ്യം കുറേ ആൽഫബറ്റുകളും കിട്ടിയിട്ടുണ്ട്, 100ൽ കൂടുതൽ ആൽഫബറ്റെങ്കിലും മിനിമം കിട്ടിയിട്ടുണ്ട്. ഇത്രയും അധികം ആൽഫബറ്റുകൾ എങ്ങനെ വരും? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ 26 ആൽഫബറ്റാണ്. അപ്പോൾ ഈ ആൽഫബറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പാറ്റേണൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കുറേ അധികം ആൽഫബറ്റ് ആകുമ്പോഴേക്കും ഇതെങ്ങനെ വായിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറും. ചിലപ്പം ഇവരുടെ ഒരു ആൽഫബറ്റ് എന്ന് പറയുന്നത് ഒരു പിക്ചർ ആയിരിക്കാം. ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഒരു പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഓരോ ആൽഫബറ്റും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വേർഡോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആശയമോ കൈമാറുന്ന എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ആൽഫബറ്റുകളുടെ എണ്ണം കൂടുന്നതും അത് പല സ്ഥലത്തായിട്ട് കാണുന്നതും ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഡെസിഫർ ചെയ്യുന്നത് കുറേ കൂടി കോംപ്ലക്സും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് അല്ലെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹാരപ്പൻ സ്ക്രിപ്റ്റിനോട് ചേർന്ന് വേറൊരു ലാംഗ്വേജ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്ലിഫ് എന്ന് പറയുന്ന മെസപ്പൊട്ടോമിയൻ സ്ക്രിപ്റ്റ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയത് ഈ ഗ്ലിഫിനോട് ചേർത്തിട്ട് ഗ്രീക്ക് ലാംഗ്വേജും കൂടി നമുക്ക് കണ്ടെത്തിയത് കൊണ്ടാണ്. ഒരു സൈഡിൽ ഗ്രീക്കും മറ്റേ സൈഡിൽ ഈ ഗ്രീക്ക് ലാംഗ്വേജിൽ പറഞ്ഞ അതേ കാര്യത്തിൻ്റെ ഗ്ലിഫും കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഗ്രീക്ക് ലാംഗ്വേജ് ഓൾറെഡി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഗ്രീക്ക് ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് അപ്പുറത്തുള്ള ഗ്ലിഫും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുകയും ആ രീതിയിലാണ് നമ്മൾ ആ ഒരു ആൽഫബറ്റിനെ പിന്നീട് ഡെസിഫർ ചെയ്തിട്ടുള്ളത്. ഹാരപ്പൻ സ്ക്രിപ്റ്റിന് ഒരു ബൈലിംഗുലായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റിനോട് ചേർത്ത് വെക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ വേറൊരു സ്ക്രിപ്റ്റ് നമുക്ക് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്യുന്നത് കുറേ കൂടി എളുപ്പമായി മാറിയേനെ. അപ്പോൾ ഇതേപോലത്തെ കുറേ ലിമിറ്റേഷൻസ് നമുക്കുണ്ട് എന്നുള്ളതാണ്.
ഇനി ഇതിൻ്റെ ഡെസിഫറിങ് പോസിബിൾ ആണോ എന്നുള്ള ഒരു $1 മില്യൺ ചോദ്യമാണ് പിന്നെ അവശേഷിക്കുന്നത്. അതായത് ഇതെന്തെങ്കിലും പോസിബിൾ ആണോ? ഇപ്പോൾ 100-ൽ വർഷമായി നമ്മൾ ഹാരപ്പൻ സ്ക്രിപ്റ്റും പിടിച്ച് നടക്കുന്നു. ചില സമയങ്ങളിൽ ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിളൊക്കെ വരാറുണ്ട് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഉപീന്ദർ സിംഗ് എന്നൊക്കെ പറയുന്ന ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ വളരെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻ്റെയൊക്കെ ഒരു ആർഗ്യുമെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ ഡെസിഫർ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ പോസിബിലിറ്റി തന്നെ കുറവാണെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളതല്ല. എന്തെങ്കിലും ഒരു ബൈലിംഗ്വൽ സ്ക്രിപ്റ്റ് കണ്ടെത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ക്രിപ്റ്റായിട്ട് താരതമ്യം കൃത്യമായിട്ട് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാലോ എനിക്ക് ചിലപ്പോൾ ഇത് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വലിയൊരു ടെക്നോളജിക്കൽ റവല്യൂഷനിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഒരു മെഷീന് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വലിയൊരു ഡേറ്റ ഉണ്ടെങ്കിൽ ഈ ഡേറ്റ പരിശോധിക്കാനായിട്ട് ചിലപ്പോൾ ഒരു 100 വർഷം എടുക്കുമെങ്കിൽ ഈ ഡേറ്റയെ 10 മിനിറ്റിലോ 20 മിനിറ്റിലോ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ബിഗ് ഡേറ്റ അനാലിസിസ് ടൂളുകളുള്ള ഒരു കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും വളരെ പ്രബലമായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ ഇതേപോലത്തെ ടൂളുകളും എന്ത് ചെയ്യാം, ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ ഡെസിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴും നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ദിവസവും ഈ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോൺഫറൻസിൻ്റെ അവസാനത്തിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു കണ്ടെത്തലായിട്ട് ഒരു പിയർ റിവ്യൂ ഒക്കെ നടത്തിപ്പെട്ട് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തു എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻഫർമേഷൻ പുറത്തോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് എന്നുള്ള രൂപത്തിലും ടീച്ചർ എന്നുള്ള രൂപത്തിലും നമ്മൾ വളരെ നാളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഡെസിഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയേക്കുന്ന ഹാരപ്പൻസിനെ പറ്റിയിട്ടും ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയിട്ടും നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയേക്കുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും പുതിയ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. നമ്മൾ അവരെ മനസ്സിലാക്കിയേക്കുന്നത് കംപ്ലീറ്റ്ലി എഴുതേണ്ടി വരും. അത്ര വലിയൊരു മൈൽ സ്റ്റോൺ മൊമെൻ്റ് ആയിരിക്കും ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്യപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്തെങ്കിലും ക്ലാസ്സിൽ ഈ താങ്ക് യുടെ കൂട്ടത്തിൽ ഹാരപ്പൻസിൻ്റെ സ്ക്രിപ്റ്റിലും ഒരു താങ്ക് യു എഴുതുക എന്നുള്ളത്. ഇത് ഹാരപ്പൻ സ്ക്രിപ്റ്റ് താങ്ക് യു എന്നുള്ളതല്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു യോഗം എനിക്കും അത് കാണാനായിട്ടുള്ള യോഗം നിങ്ങൾക്കും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താണെങ്കിലും നമുക്ക് ഇനി വരുന്ന വീക്കുകളെ വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടും പ്രത്യാശയോട് കൂടിയിട്ടും നോക്കിക്കാണാം. അത് ഡെസിഫർ ചെയ്യപ്പെടട്ടെ.